Hi friends, welcome back to Zara's Tips and Tips. ഇന്നത്തെ ഒരു റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ കുട്ടീസിനൊക്കെ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു അപ്പത്തിന്റെ റെസിപ്പിയാണ് കേട്ടോ. പല അമ്മമാർക്കുള്ള ഒരു പരാതിയാണല്ലേ, സ്കൂളിലേക്ക് ലഞ്ചോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്തു വിട്ടാൽ ഒന്നും കഴിക്കാണ്ട് അതുപോലെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത്. എന്നാൽ ഇതുപോലെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്താൽ അവർ വീണ്ടും വീണ്ടും ചോദിച്ച് വാങ്ങും, നല്ല ഇഷ്ടത്തോടു കൂടി കഴിക്കുകയും ചെയ്യും. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് നമുക്ക് നോക്കിയാലോ. നമ്മുടെ കുഞ്ഞപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ വേണ്ടത് മാവാണ്. മാവ് നമുക്ക് ഏത് മാവ് വേണേലും യൂസ് ചെയ്യാം. ഇഡ്ഡലി മാവോ അല്ലെങ്കിൽ വെള്ളപ്പത്തിന് അരച്ചു വെച്ച മാവോ. ഞാനിവിടെ ഇഡ്ഡലി മാവാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അത് മാറ്റി വെച്ചിട്ട് ഞാനിപ്പോൾ ഇതേ ചട്ടി ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം കുറച്ചൊന്ന് തളിച്ചു കൊടുത്തു, ചൂട് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് സാധാരണ നമ്മൾ ദോശയൊക്കെ ചുടുന്ന പോലെ തന്നെ ഒരു തവി മാവ് എടുത്തിട്ട് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുറച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുള്ളായിട്ട് ഒഴിക്കരുത്. നമുക്കൊരു തവിയിൽ നിന്ന് ഒരു 3 എണ്ണമൊക്കെ ഉണ്ടാക്കാൻ പറ്റും. കുറച്ച് ഒഴിച്ചിട്ട് ഒന്ന് ലൈറ്റായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് ദോശക്കല്ലുമ്മലാണ് ചെയ്യുന്നത്. നമുക്ക് എത്ര വേണേലും ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കാം. അപ്പം ഞാനൊരു 5 എണ്ണമൊക്കെ ആയിട്ടാണ് കേട്ടോ ചുടുന്നത്. ഇനിയും സ്പേസ് ഉണ്ട്, നമുക്ക് സ്പേസിനനുസരിച്ച് എടുക്കാം. എന്നിട്ട് ഒരു മിനിറ്റ് ബബിൾസൊക്കെ ചെറുതായി വരുമ്പോൾ ഒന്ന് തിരിച്ചിട്ടൊന്ന് കൊടുക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ. മേലെ കുറച്ചൊന്ന് നെയ്യൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ പണി. നമ്മൾ സാധാരണ ദോശ അല്ലെങ്കിൽ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ മക്കൾ അതുപോലെ തിരിച്ച് കൊണ്ടുവരും, അല്ലെങ്കിൽ അതൊന്നും കഴിക്കില്ല. മറിച്ച് നമ്മൾ ഇങ്ങനെയൊക്കെ ഒന്ന് കുഞ്ഞി കോയിൻ്റെ ഷേപ്പിലൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാവും. നല്ല ക്യൂട്ടാണ് കാണാൻ. മാത്രമല്ല ദോശയല്ല, നല്ല കുറച്ചൊരു അപ്പത്തിൻ്റെ ഒരു ടെക്സ്ചർ ആയതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റും ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ അവർ തന്നെ എടുത്ത് ഇങ്ങനെ കഴിച്ചോളും. അപ്പോൾ മേലൊക്കെ കുറച്ചൊന്ന് നെയ്യൊക്കെ ഇട്ടൊന്ന് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ചോറ് കഴിക്കാനൊന്നും അധികം ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കൊക്കെ ഇതുപോലെ ആക്കി കൊടുത്താൽ അവർ നന്നായി ഫുഡൊക്കെ കഴിക്കുകയും ചെയ്യും. മാത്രമല്ല നമ്മൾ ദോശയൊക്കെ കൊടുത്തു വിടുമ്പോൾ സ്കൂളിലൊക്കെ എത്തുമ്പോഴത്തേക്കും ഭയങ്കര ഒരു ഹാർഡായിട്ട് മാറും. ഇങ്ങനെ കൊടുക്കുമ്പോൾ പിന്നെ അതിൻ്റെ ഒരു ടെക്സ്ചർ വല്ലാണ്ട് മാറ്റം വരില്ല, സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഇങ്ങനെ ഒന്നാക്കി കൊടുത്ത് നോക്കൂട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അല്ലെങ്കിൽ വീട്ടിലിരിക്കുമ്പോൾ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡിന്നറായിട്ടൊക്കെ കൊടുക്കാൻ പറ്റുന്നതായിട്ടാണ്. ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ മാവ് ഒഴിക്കുമ്പോൾ ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെക്കരുത് കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിലേ വെക്കാൻ പാടുള്ളൂ. പിന്നെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ ഒരു ബബിൾസ് വരുമ്പോൾ ഒന്ന് മൂടി വെച്ചിട്ട് വേണം വേവിക്കാൻ കേട്ടോ. 1 മിനിറ്റ് ആകുമ്പോഴത്തേനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അതുപോലെ നെയ്യൊക്കെ ഒന്ന് മേലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു മിനിറ്റ് ആകുമ്പോൾ ഇതൊന്ന് തിരിച്ചിട്ടിട്ട് കുക്ക് ചെയ്യുക കേട്ടോ. 2 സൈഡും കുക്കായി വരണം. അപ്പോൾ ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ ഇടരുത് കേട്ടോ. അപ്പോൾ പിന്നെ ഉള്ളു വേവില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ 2 സൈഡും നന്നായിട്ട് കുക്കായിട്ടൊക്കെ വരും. അപ്പോൾ നമ്മുടെ കുഞ്ഞിയപ്പം അല്ലെങ്കിൽ കോയിനപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും എല്ലാവരുടെ വീട്ടിലും ഇഡ്ഡലി ദോശയൊക്കെ ഉണ്ടാക്കുന്നവരല്ലേ. അപ്പോൾ ഈ മാവ് ഉണ്ടാകുമ്പോൾ ഇനി ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് കുട്ടീസിനൊക്കെ ഒന്ന് കൊടുത്ത് നോക്കാം കേട്ടോ. തീർച്ചയായിട്ടും അവർക്ക് ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ ഏതൊരു കറിയുടെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ചട്നി ആണെങ്കിൽ ചട്നി ആയിട്ടും കഴിക്കാം. അതുപോലെ തന്നെ സാമ്പാറിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഞാനിവിടെ ഓറഞ്ച് ചട്നിയാണ് കേട്ടോ ഇതിന് കോമ്പിനേഷനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓറഞ്ച് ചട്നിയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. കുട്ടീസിന് തീർച്ചയായിട്ടും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക കേട്ടോ. അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അവർ ഇനിയും ചോദിച്ചു വരും. അപ്പം ഞാനിത് ഇവിടെ ഒന്ന് പൊട്ടിച്ച് കാണിക്കുന്നുണ്ട്. കണ്ട ഉള്ളിൽ നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഇത് എത്ര ചൂടാറി കഴിഞ്ഞാലും അത് അതുപോലെ തന്നെ നിൽക്കും. ഞാനിപ്പോൾ അതേ ഒരു ടിഫിനാക്കിയിട്ട് ഒരു മോഡൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ചട്നി ദോശയല്ല, ഇതൊരു കുഞ്ഞി അപ്പമാണ് കേട്ടോ. നമ്മൾ കോയിനപ്പം അല്ലെങ്കിൽ കുഞ്ഞപ്പം എന്നൊക്കെ നമുക്ക് പേരിടാം. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികളൊക്കെ നല്ല ഇഷ്ടത്തോടു കൂടി കഴിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇനി ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു റെസിപ്പീസൊക്കെ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും.
അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു റെസിപ്പീസിന് വേണ്ടിയിട്ട് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസിൻ്റെ അപ്ഡേഷൻസും കൂടി വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.